കൃത്യമായി ചില കാര്യങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അതിങ്ങനെ ക്യാമ്പയിൻ ചെയ്യാം. എൻ്റെ മുടി കാണുമ്പോൾ ഇല്ലാത്ത പേടി എൻ്റെ താടി കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഹിജാബിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അതിങ്ങനെ നിരന്തരം പറഞ്ഞ് ഭീകരമായി ചിത്രീകരിക്കുന്നിടത്തൊക്കെ, ഭീകരത പറയുന്നിടത്തൊക്കെ അതിൻ്റെ ചിഹ്നങ്ങളായതുകൊണ്ട് നമ്മളെ മനസ്സിന് അങ്ങനത്തെ ഒരു സിസ്റ്റമുണ്ട്. നമ്മുടെ ജീവശാസ്ത്രപരമായൊരു കാര്യമാണത്. ഒരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ട് വരുമ്പോൾ അതിലെ പാസ് ചെയ്യാൻ പേടി, അല്ലെ ചില ജീവികളെ പേടി, അങ്ങനത്തെ ആ ഒരു ജീവശാസ്ത്രപരമായ സംഗതിനെ ഉപയോഗിക്കാന്നുള്ളത്. ഇവിടെ ഹിജാബ് എത്ര സിമ്പിളാണ്. എന്തിനാ മുസ്ലിങ്ങൾ ഹിജാബ് ധരിക്കണേ? രണ്ട് കാര്യമാണ്. ഒറ്റ ആയത്തിൽ പറഞ്ഞ് യുറഫ്ന അല്ല യുദീന, അറിയാൻ വേണ്ടിയാണ്. ഞാനൊരു മുസ്ലിമായ സ്ത്രീയാണ്, ഞാൻ ലെസ്ബിയൻ സെക്സിന് പോകൂല, എന്നെ ആരും പ്രണയിക്കാൻ വരേണ്ടതില്ല, ഞാൻ ഇൻസെസ്റ്റ് സെക്സിന് അമ്മയും പെങ്ങളും വരെ സമ്മതിച്ചു കൊടുക്കുന്ന, അമ്മയോടും പെങ്ങളോടും വരെ ആകാന്ന് പറയുന്ന സെക്സിലേക്ക് ഞാനില്ല, എനിക്ക് 5 വക്ത് നിസ്കരിക്കണം, എനിക്ക് ചില കൃത്യമായ തത്വങ്ങളുണ്ട് എന്ന വേർതിരിവിന് വേണ്ടി, അല്ല യുദീന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അവരുടെ ശരീരത്തിൽ, ഒരു പെണ്ണിന്റെ ശരീരത്തിലെ ആകർഷണീയമായ ഭാഗങ്ങൾ കണ്ടാൽ ഷീസ് മൈ സിസ്റ്റർ എന്നല്ല വരിക. ഖുർആനും സുന്നത്തും ബുഖാരിയുടെ അവിടെ ഒക്കെ നമ്മൾ, എന്നിട്ട് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്താൽ എന്താണ് ഒരു പുരുഷൻ അത് കാണുമ്പോൾ ഉണ്ടാവുക? അവിടെ ഒരു തരം ആകർഷണീയതയും ഇത് നിനക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളൊരു മനോഗതവും ഉണ്ടാകുമെന്നത് കൃത്യമായ പഠനങ്ങളാണ്.